ചോരയുടെയും കണ്ണീരിന്റെയും വിയർപ്പിന്റെയും കഥകൾ ഒരുപാട് പറയാനുള്ള എസ്റ്റാഡിയോ ആസ്റ്റക്കയിൽ ലോകകപ്പിന്റെ പന്തുരുണ്ട് തുടങ്ങിയപ്പോൾ അവിടെ മെക്സിക്കൻ അഗ്നിപർവ്വതം പുകഞ്ഞ് കത്തുകയായിരുന്നു. ഒടുവിൽ ആ അഗ്നിപർവ്വതം തീ തുപ്പിയപ്പോൾ അതിൽ എരിഞ്ഞു വീണത് ആഫ്രിക്കൻ കരുത്തുമായി വന്ന ബഫാന ബഫാന സൗത്ത് ആഫ്രിക്കൻ ഫുട്ബോൾ ടീമായിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്വന്തം മണ്ണിലിട്ട് മെക്സിക്കോ സൗത്ത് ആഫ്രിക്കയെ കശാപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 80,000-ഓളം വരുന്ന കാണികൾ തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് നടുവിലിട്ട് വിരുന്നുകാരായി വന്ന സൗത്ത് ആഫ്രിക്കയെ മെക്സിക്കൻ പോരാളികൾ കശാപ്പ് ചെയ്യുന്ന കാഴ്ച കണ്ട് ലോകകപ്പിന്റെ ആദ്യ മത്സരം ആരാധകർക്ക് കോൾമേരി കൊള്ളാനുള്ള വകകളൊക്കെ നൽകി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യ വെടിപൊട്ടിക്കുവാൻ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞു. സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോറർ എന്ന് വിളിച്ച് പലരും കളിയാക്കിയ ജൂലിയൻ കെർണാണ്ടസ് ആരാണ് എന്താണ് എന്ന് പുള്ളിക്ക് മത്സരത്തിന്റെ 9ാമത്തെ മിനിറ്റിൽ തന്നെ തെളിയിക്കാൻ കഴിഞ്ഞു. പ്രതിരോധ നിരയുടെ പിഴവ് മുതലെടുത്തുകൊണ്ട് ഒരു ചീറ്റപ്പുലിയെ പോലെ പന്തിലേക്ക് ചാടി വീണ മാരക ഫിനിഷിംഗ്. എന്തുകൊണ്ടാണ് താൻ സൗദി ലീഗിലെ ടോപ്പ് സ്കോറർ ആയെന്ന് ജൂലിയൻ തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഗോള് മടക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കൻ പോരാളികൾ പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും അവരെ കൊണ്ട് അതിനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. മെക്സിക്കൻ പോരാളികൾ നിലത്ത് നിർത്താൻ സൗത്ത് ആഫ്രിക്കൻ ഫുട്ബോൾ ടീമിനെ ഇന്ന് അനുവദിച്ചില്ല. അപാര ഹൈ പ്രസിംഗിന്റെ ഒക്കെ പീക്ക് ലെവൽ ഫുട്ബോൾ ആയിരുന്നു ഇന്ന് നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മെക്സിക്കൻ ടീമിൽ നിന്നും കണ്ടത്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഗോൾ കീപ്പർ വില്യംസ് ഉണ്ടല്ലോ, അയാൾ പറന്ന് നടത്തിയ കുറെ സേവുകൾ ഇന്ന് സൗത്ത് ആഫ്രിക്കയെ വളരെ വലിയൊരു ഹ്യൂമിലിയേഷനിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പിന്നെ 2 ഷോട്ടുകൾ പോസ്റ്റിൽ ഇടിച്ച് മടങ്ങി എന്നുള്ളതും സൗത്ത് ആഫ്രിക്കൻ പോരാളികൾക്ക് ആശ്വാസം എന്ന് പറയേണ്ട കാര്യം തന്നെയായിരുന്നു. ഏതായാലും റോൺവൻ വില്യംസ് എന്ന സൗത്ത് ആഫ്രിക്കൻ ഗോൾ കീപ്പർ വളരെ മികച്ച പ്രകടനം ഇന്ന് ക്രോസ് ബാറിന് കീഴിൽ കാഴ്ചവെച്ചു. ഒച്ചാവയ്ക്ക് പകരക്കാരനായിട്ട് വന്ന ഗോൾ കീപ്പർ ആയിരുന്നു ഇന്ന് മെക്സിക്കോയുടെ ഗോൾ വല കാത്തത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മെക്സിക്കോയ്ക്ക് തന്നെയായിരുന്നു. 2ാം പകുതിയിലും ആധിപത്യത്തിന്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ലായിരുന്നു. മെക്സിക്കോ തന്നെ കള്ളം പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2ാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ലീഡ് ഒന്ന് വർദ്ധിപ്പിക്കുവാനും മെക്സിക്കോയ്ക്ക് കഴിഞ്ഞു. റോൾ ജിമിനസ് ആയിരുന്നു അവർക്ക് വേണ്ടി ആ ഗോൾ നേടിയത്. റോൾ ജിമിനസ് ആ ഒരു ഗോൾ നേടിയതിനു ശേഷം കണ്ണീർ വാർത്ത് റീസെന്റ് മരണപ്പെട്ടു പോയ തന്റെ അച്ഛന് ആ ഗോൾ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. 6 വർഷം മുമ്പ് ഇനി ഒരിക്കലും കണ്ണ് പോലും തുറക്കില്ല എന്ന് കരുതുന്ന വിധത്തിൽ തലയോട്ടി തകർന്ന ഒരു പരിക്കിൽ നിന്നാണ് റോൾ ജിമിനസ് തിരിച്ചു വന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. ഏതായാലും ആദ്യ മത്സരത്തിന് പന്തുരുണ്ടപ്പോൾ ഓർക്കാൻ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച് ആതിഥേയരായിട്ടുള്ള മെക്സിക്കൻ പോരാളികൾ സൗത്ത് ആഫ്രിക്കൻ പടയെ സ്വന്തം ആരാധകരുടെ കൺമുന്നിലിട്ട് എരിച്ചടക്കി ആദ്യ വിജയത്തിന് ചുക്കാൻ പിടിച്ചു. ഇനി 1-2 വീഡിയോസ് ഇപ്പൊ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 7:30 കൊറിയയുടെ കളിയുണ്ട്, സെറ്റ് ചെയ്യണം. അപ്പം കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയിൽ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ കുറ്റം പോലും എനിക്കുണ്ട്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്.